കാറ് വാങ്ങണം, വിമാനത്തിൽ കയറണം, എന്തൊക്കെ അത്യാഗ്രഹങ്ങളായിരുന്നു. രാമേന്ദ്ര, എനിക്ക് വിശന്നിട്ട് തീരെ നിവൃത്തിയില്ല. എടാ, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് 60% ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാ. അതായത് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവര്. ആ കൂട്ടത്തിൽ നീ ഒരാളും കൂടി വന്നു നേരിച്ച് ഒന്നും സംഭവിക്കാൻ പോലുള്ള. ഇനി നമ്മൾ എവിടെയാ കിടക്കുക? പെരുവഴിയിൽ ഇതാ ഇവിടെ തന്നെ കിടന്നോ. ഇവിടെ എങ്ങനെ ഇരുന്നോ? ഈ ഓളിന് എന്തെങ്കിലും നക്കാൻ കിട്ടുമോ നോക്കിട്ട് വരാം. പെട്ടുപോയില്ലേ? വാ സാറേ, നമുക്ക് പാലത്തിനപ്പുറത്തേക്ക് പോവാം. കൊള്ളക്കാർ, കൊലപ്പുള്ളികൾ, ഭീകരന്മാർ ഇവരോടുള്ളതുപോലെ ആയിരിക്കില്ല നിന്നെപ്പോലുള്ള സദാചാര വിരുദ്ധരോടുള്ള എന്റെ സമീപനം. അണ്ടർസ്റ്റാൻഡ്? സാർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ എന്തിനാ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? ഞങ്ങൾ തപ്പിക്കൊണ്ടുവന്നിട്ടുള്ളവരാരും ഇന്നേ വരെ കുറ്റം സമ്മതിച്ചിട്ടില്ല. ഞങ്ങൾ സമ്മതിപ്പിക്കാറാണ് പതിവ്. യു ആർ അറസ്റ്റഡ് ഫോർ ഇമ്മോറൽ ട്രാഫിക് അണ്ടർ ദ റെയിൽവേ ബ്രിഡ്ജ്. ഈ സ്റ്റേഷൻ ഏരിയ ആകെ ഒന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്കിയ ശേഷമേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അപ്പൊ സാറിന് ഇവിടെ ബാല്യക്കാരുടെ പണിയാണ്. എവനെ പിടിച്ച് ലോക്കപ്പിത്തള്ള്. യാരിത്? കുഞ്ഞിക്കണ്ണ്. തല്ലിയുക്കാർ, തല്ലിയുക്കാർ. ഈ കേസ് കേട്ടനെ ലോക്കപ്പിലാക്ക്. ശരി സാർ. സാർ, എന്താ? വേറെ മുറിയില്ലേ ഇവിടെ കിടക്കാൻ? ഉണ്ടല്ലോ, AC മുറി ഉണ്ട്. തന്നെ അങ്ങോട്ടാക്കാം. നിന്റെ മുഖം കണ്ടല്ലറിയ ഒരു ക്രിമിനലാണെന്ന്. സാർ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ? അത് കേട്ടിട്ട് തീരുമാനിച്ചാൽ മതി അവനെ വിടണോ വേണ്ടയോ എന്ന്. പറ, സത്യം മാത്രമേ പറയാവൂ. ലോകത്ത് എന്തിനേക്കാളും ഏറെ എന്റെ കൂട്ടുകാരൻ സ്നേഹിക്കുന്നത് അവന്റെ അച്ഛനെയാണ്. ആ അച്ഛന് ദാരിദ്ര്യം നിറഞ്ഞ വാർദ്ധക്യ കാലത്തിൽ കുറച്ച് നല്ല നാളുകൾ സമ്മാനിക്കാൻ എന്ത് ജോലിയും ചെയ്ത് പണം ഉണ്ടാക്കാനായിട്ടാ അവൻ നഗരത്തിൽ വന്നത്. കഷ്ടപ്പെട്ട് എല്ല് നുറുകെ അവൻ കൂലിവേല ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇന്നലെ ഒരു ടെലഗ്രാം കിട്ടുന്നത്. എന്തായിരുന്നു ടെലഗ്രാമിൽ? അവന്റെ അച്ഛൻ മരിച്ചുപോയെന്ന്. എന്താ? അവന്റെ അച്ഛൻ മരിച്ചെന്നോ? അതെ സാർ. ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ ഇന്നലെ അവനെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോവായിരുന്നു. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് ഭക്ഷണം മേടിക്കാൻ ഞാനൊന്ന് പോയപ്പോഴാണ്. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇത് എന്നോട് പറഞ്ഞില്ല? എങ്ങനെ പറയും സാർ? അതിന് ഞാൻ അവരോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ലാ, ഐ എം സോറി. നിയമനിർവഹണത്തിനിടയിൽ എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു. ഞാൻ അയാളെ ലോക്കപ്പിലിട്ടു. അത് ഒരു കള്ളനോട്ടടിക്കാരന്റെ കൂടെ. ആരാണ് സാർ? അറുമുഖം ചെട്ടിയാർ, ഒരു പിടിയിട്ടാ പുള്ളി. കുറെയേറെ കേസുകൾ തെളിയാനുണ്ട്. അടുത്തങ്ങും പുറത്തിറങ്ങില്ല. താങ്ക് യു സാർ. എന്തിന്? ഇങ്ങനെയുള്ള ഘാതകരകത്താക്കിയതിന് ഒരു പൗരനെന്നുള്ള നിലയ്ക്ക് താങ്ക് യു. വരൂ. മൈ കണ്ടോലൻസ്. കുഞ്ഞിക്കുട്ട. രാമേന്ദ്ര, ചെട്ടിയാരു. വരൂ. സാറേ, കാലത്ത് ഓബ്രോയ്, ഉച്ചയ്ക്ക് ഗ്രാൻഡ്, വൈകിട്ട് ലക്കി സ്റ്റാർ. ഇവിടെ വരുന്ന കാര്യം മാത്രം പറഞ്ഞില്ലല്ലോ. പാവങ്ങളെ പറ്റിക്കും ആലോചിക്കണം.
കുറച്ചാൽ ഇവിടെ തന്നെ കാണുമല്ലോ. കാണാം, വരട്ടെ. നാണോ ഇല്ലല്ലോടാ നിനക്ക്? എന്റെ കണ്ണൊന്നും തെറ്റിയില്ല. അതിനു മുമ്പ് അവൻ പാലത്തിന്റെ അടി കയറിയിരുന്നു. രാമേന്ദ്രൻ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആ പിശാച് എന്റെ അടുത്തേക്ക് വരികയാണ് ഉണ്ടായത്. ഓ പിന്നെ, നീ അത്ര വലിയ കാമദേവനാണല്ലോ, കണ്ട അവിടുന്ന് പെണ്ണുങ്ങളെ കൊണ്ട് ഓടി വരാൻ. ദേ ഒരു കാര്യം പറയാം, ഈ സ്വഭാവം കൊണ്ട് നീ എന്റെ കൂടെ നടന്ന എന്റെ തടി കേടാവും. ഭിക്ഷ എടുത്തെങ്കിലും വണ്ടിക്കൂലിക്കുള്ള കാശ് ഒപ്പിച്ചു തരാം. ഒന്ന് സ്ഥലം ഒഴിവാക്കി തരാമോ? എന്താ രാമേന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഇനി എങ്ങോട്ട് പോവാനാ? നമുക്ക് ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു പോയാലോ? ഹോട്ടലിലെ കാശ് നിന്റെ അച്ഛൻ കൊടുക്കോ? ബ്ലഡി ഫൂൾ. രാമേന്ദ്രന്റെ അച്ഛനെ പറയരുത്. പറയും, ഇനിയും പറയും. മഹാബൂർസ്വാസി കള്ള മൂരാച്ചിയാണ് നിന്റെ അച്ഛൻ. നാട്ടുകാരെ പറ്റിച്ച് കുറെ പൂത്തി വെച്ചിട്ടുണ്ടല്ലോ. വല്ല കള്ളന്മാരടുത്തും പറഞ്ഞാൽ മതി, എല്ലാം കൂടെ അരിഞ്ഞു കൊണ്ടുപോകും. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ഇനി ആരുടെ കാല് പിടിച്ച കിടക്കാനൊരു ഇടം കിട്ടുക? രാമേന്ദ്ര, ഈ ബോംബെ പാർട്ടിയോ ലക്നോ പാർട്ടിയോ വിചാരിച്ചാൽ താമസിക്കാൻ ഒരു സ്ഥലം എവിടെയെങ്കിലും കിട്ടില്ലേ? എനിക്കൊരുമാതിരി ചൊറിഞ്ഞു കയറി വരുന്നുണ്ട് കേട്ടോ. നീ കാരണം നാട്ടിലേക്ക് പോകാൻ കൂടി വയ്യാതായി. അവസാന കൈയായിട്ട് താമസത്തിന് ഒരു സൗകര്യം കൂടി തൽക്കാലം ശരിയാക്കാൻ പോവാ. 1-2 ദിവസത്തേക്ക്. അവിടെയും എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ച നിന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും. വാട കിഴങ്ങ. ഞാൻ പിന്നീട് കോയമ്പത്തൂർ വന്നപ്പോഴെല്ലാം രാമേന്ദ്രൻ മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു, ബട്ട് കഴിഞ്ഞില്ല. ഞാൻ ചില ബിസിനസ് ആവശ്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് കുറെ നാള് ലുധിയാനയിലായിരുന്നു. ഓ ഐ സി. ദെൻ കം ടു ദ മാറ്റർ. ഈ വീട്ടിന്റെ പോർഷനിൽ രാമേന്ദ്രൻ താമസിക്കുന്നത് എനിക്ക് പ്രശ്നമേ ഇല്ല. ബട്ട് വൺ തിങ്, എന്റെ വൈഫിന്റെ ഡിസിഷനാണ് എന്റെ ഡിസിഷൻ. അവള് വരുന്നത് വരെ ഒരു 5 days നോ പ്രോബ്ലം. അത് മതിയെങ്കിൽ എന്റെ ഫ്ലാറ്റ് ശരിയാകുന്നവരെ തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ ഞാൻ മാറിക്കോളാം. എങ്ങോട്ട് മാറാനാ രാമേന്ദ്ര? കുറെ കാലം ഇവിടെ തന്നെ താമസിക്കണമെന്ന് പറ. ഹു ഈസ് ദിസ് ഗായ്? എന്റെ ഫ്രണ്ടിനെ പോലെയാ. ഹെൽപ്പിനൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടെ. ഓ ഐ സി. ഐ ഷോ ദ റൂം. കം ഓൺ. എന്താ പോയിക്കോളാനാണോ? റൂം കം കാണിച്ചാ. ഓൺ, ഫോളോ മീ. വലിയ സൗകര്യങ്ങളൊന്നുമില്ല, പഴയ സാധനങ്ങൾക്ക് ഡം ചെയ്തിരിക്കുകയാണ്. ഓ അതൊക്കെ ഞങ്ങൾ ശരിയായിക്കോളാം. കുറച്ച് നാളത്തേക്കല്ലേ. പിന്നെ എങ്ങോട്ട് പോകും? ഞങ്ങളിനി വൈകുന്നില്ല. പെട്ടിയ സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുക. എടുത്തോണ്ട് ഉടനെ ഇങ്ങ് വന്നേക്കാം. ഓക്കെ, ക്യാരി ഓൺ, ക്യാരി ഓൺ. ദിസ് ഈസ് യുവർ കീ. ഓക്കെ, താങ്ക് യു. ആ അപ്പൊ ഞാൻ ആ പെട്ടി എടുത്തോണ്ട് വേഗം ഇങ്ങ് വന്നേക്കാം. നീ ഇതൊക്കെ അടിക്ക് വൃത്തിയാക്കി വെക്കണം. ഞാനോ? പറയുന്ന പോലെ ചെയ്യടാ. രാമേന്ദ്ര, രാമേന്ദ്ര, ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല രാമേന്ദ്ര. രാത്രിയിലൊന്നും കഴിച്ചില്ല, ഇപ്പൊ രാവിലെ ഒന്നുമില്ല. വയറ് കത്തി കരിയ. കോലോത്തായിരുന്നെങ്കിൽ ഈ നേരത്ത് ഒരു ചെരുവം പാൽക്കഞ്ഞി അകത്തായിട്ടുണ്ടാവും. രാമേന്ദ്ര, എന്തെങ്കിലും ഒന്ന് പറ. ഓ നേരെ മുമ്പിൽ കടലിലെ കിടക്കുന്നത്. പോയി ഉപ്പുവെള്ളം കുടിക്ക്. മോശം മനുഷ്യൻ ഉറങ്ങാനും സംഭവിക്കില്ല. ചേട്ടാ, ചേട്ടാ, Who are you? What do you want? താനാരാ? ഞാൻ ഇന്നലെ മേലെ രാമേന്ദ്രനോട് താമസിക്കും. രാമചന്ദ്രൻ. എനിക്ക് കുറച്ച് പാൽക്കഞ്ഞി കിട്ടിയ തിരക്കേടില്ലായിരുന്നു. വാട്ട്? പാൽക്കഞ്ചിയോ? അതെ, ഈ പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന ഒരു തരം കഞ്ഞില്ലേ, അത് എനിക്ക് കുറച്ച് ഉണ്ടാക്കി തരുമോ? എന്ത്? അതെ, ഈ പാൽക്കഞ്ഞി. യു ബഗ. ഞാൻ ആരെന്ന് വിചാരിച്ചു? തന്റെ വേലക്കാരനോ? രാമചന്ദ്രൻ. അയ്യോ, രാമചന്ദ്രൻ. ഒരക്ഷരം നീ മിണ്ടി പോരുത്. നൂല് കോർക്കാനായിട്ടൊരു സൂചി എന്ന അതിൽ കൂടെ ഞാനേ കിടത്തൂലടാ. അയാളുടെ കൈയും കാലും പിടിച്ചിട്ട് കിടക്കാൻ ഒരു ഇടം കിട്ടിയത്. വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാ. വിശപ്പ് സഹിക്കാൻ പറ്റാതെ നീ എന്ത് ചെയ്യും? ഇരക്കുവോ? വേറൊരു മാർഗം ഇല്ലെങ്കിൽ ഞാൻ ഇറക്കും. അത്രക്ക് വിശപ്പുണ്ടേ രാമേന്ദ്ര. എനിക്കിപ്പോ എന്തെങ്കിലും തിന്നാൻ കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ചത്തു. അയ്യോ, നീ ഒന്നും മോങ്ങാതിരിക്കേ. ഞാൻ എന്തെങ്കിലും വഴി ആലോചിക്കട്ടെ. രാമേന്ദ്ര, ഇവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയാ? നല്ല അവിയലും സാമ്പാറും ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? നിനക്ക് ഇവിടത്തെ ആൾക്കാരെയൊക്കെ നല്ല പരിചയം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ പിന്നെ കാശിന്റെ ആവശ്യം വരില്ല അല്ലേ? കുഞ്ഞുകുട്ടാ, സാധാരണ സിനിമകളിൽ കാണുന്ന ഒരു സ്ഥിരം നമ്പർ അവിടെ ഇറക്കാൻ പോവാ. ഒത്ത ഒത്തു അനുസരണയോടെ നിന്നോണം. ഓ സാർ, ഇനി എന്തെങ്കിലും? അടപ്രസവം കിട്ടുമോ? കഴിക്കാനൊരു കൊതിയായിട്ടാ. അതൊന്നും ഇവിടെ കിട്ടില്ല സാർ. ഐസ്ക്രീം, ഫ്രൂട്ട് സലാഡ് അങ്ങനെ വല്ലതും? ഒന്നും വേണ്ട, ബില്ലെടുത്തോ. ശരി സാർ. എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ മേടിച്ച് കഴിച്ചോളണം. ഇനി ഇതേപോലത്തെ ഒരു ഭക്ഷണം അടുത്ത കാലത്തൊന്നും കിട്ടിയെന്ന് വരില്ല. മതിയായി, അതുകൊണ്ടാ.
എന്താണോ ഇത്? മനുഷ്യനെ കഴിക്കാൻ വെച്ചിരിക്കുന്ന ആഹാരത്തിൽ ഇത് എന്താണെന്ന് സാറൊന്ന് പതുക്കെ പറയൂ. എന്തിന് പതുക്കെയാക്കണം? 4 പേര് അറിയട്ടോ. രാമേന്ദ്ര കുഞ്ഞിക്കുട്ട നീ മിണ്ടിപ്പോരുത്. ആഹാ, കയ്യിലുള്ള കാശ് തന്നിട്ട് പാറ്റയും പൂച്ചയും ഇടാൻ വിഷാംശം കലർന്ന ഭക്ഷണം കഴിക്കണമെന്നോ? ഐ വിൽ കംപ്ലൈന്റ്. ഫുഡ് ഇൻസ്പെക്ടറുടെ പേരിൽ ഒരു ഓഫീസുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? രാമേന്ദ്ര നീ മിണ്ടാതിരിക്കും കുഞ്ഞിക്കുട്ട, രണ്ടിലൊന്നും അറിയാമല്ലോ. ആഹാ, എന്തോ ചോദിച്ചിട്ടും താ കുന്തം വിഴുങ്ങി പോലെ നോക്കി നിൽക്കുന്നത്. നിങ്ങളാണ് ഇവിടുത്തെ മാനേജർ. എന്താണ് മിസ്റ്റർ പ്ലേറ്റ് കിടക്കുന്നത്? ആളെ കൊല്ലാൻ വേണ്ടിയാണ് നിങ്ങൾ റെസ്റ്റോറന്റ് നടത്തുന്നത്. നാളെ നിങ്ങൾ കിടക്കുന്നത് പാമ്പിനെ വരെ ഇടൂല്ലോ മിസ്റ്റർ. സോറി സർ, നമുക്ക് സംസാരിക്കാം. നമുക്ക് ഇവിടെ വെച്ച് സംസാരിക്കണ്ട, നമുക്ക് ഫുഡ് ഇൻസ്പെക്ടർ ഓഫീസിൽ വെച്ച് കാണാം. രാമേന്ദ്ര, നീ റോട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പാറ്റയല്ലേ? റോട്ടി കിടക്കേണ്ട പാറ്റ എങ്ങനെ എന്റെ പ്ലേറ്റിൽ വന്നു എന്നാണ് അവരോട് ചോദിക്കുന്നത്. രാമേന്ദ്ര, നീയല്ലേ പാറ്റയെ പ്ലേറ്റിൽ ഇട്ടത്? തലയ്ക്ക് ശരിയില്ലാത്ത നീ അധികം സംസാരിക്കരുത് കുഞ്ഞുകുട്ടോ. ഓ, അത് ശരി, ഞാൻ പറയാൻ പാടില്ലായിരുന്നു. നമുക്ക് നിയമം വഴി കാണാം. നിക്കണേ അവിടെ. മൂക്കുമുട്ട നിന്നിട്ട് കാശ് കൊടുക്കാതിരിക്കാനുള്ള പഴയ നമ്പർ ഉണ്ടല്ലോ, അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. മനുഷ്യ സൂക്ഷിച്ച് സംസാരിക്കണം. പൈസയല്ലേ ഞങ്ങളുടെ പ്രശ്നം. പൈസയൊക്കെ വലുതായിട്ട് അവിടെ അന്തസ്തുണ്ട്. രാമേന്ദ്ര, നമ്മുടെ കയ്യിൽ കാശില്ലല്ലോ. നമുക്ക് ഫുഡ് ഇൻസ്പെക്ടർ ഓഫീസിൽ നിൽക്കണ റാസ്കൽ, നിന്നെ പോലെ പല ആൾക്കാരെ കണ്ടിട്ടുള്ളതാണ്. അയ്യോ, രാമേന്ദ്ര, വകുപ്പുകാരൻ അടക്കണോട്ട് നിന്നെ ഒന്ന്. രാമേന്ദ്ര, രാമേന്ദ്ര, നീ ഇത്രയും നേരം എന്തെടുക്കായിരുന്നു? ഞാൻ എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? രാമേന്ദ്ര, നമ്മള് അവസാനം കഴിച്ചൊരു ഇതില്ലേ, എന്തായിരുന്നു അതിന്റെ പേര്? എന്തായാലും അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്, നല്ല രുചിയുണ്ടായിരുന്നു. വയറ് നിറഞ്ഞപ്പോ ഭയങ്കരമായിട്ട് ഉറക്കം വന്നു. വഴി നിശ്ചയുണ്ടായിരുന്നു, ഞാൻ അപ്പോഴേ പോയേനെ. അപ്പോ വഴി നിനക്ക് അത്രയ്ക്ക് നിശ്ചയില്ലല്ലേ? തീരെ നിശ്ചയില്ല. അപ്പൊ ഞാനില്ലാതെ വല്ലയിടത്തേക്ക് പോയി നീ എങ്ങനെ തിരിച്ചു വരും? അതിന് നീയില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോവില്ലല്ലോ. എന്നാ നമുക്കൊരിടം വരെ പോണം. എവിടേക്കാ? എനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. ഇനിയും വെച്ച് താമസിപ്പിച്ചാ ഒട്ടും ശരിയാവില്ല. എന്തോന്ന്? ബാ, ഞാൻ പറയാൻ കുഞ്ഞുകുട്ടാ, ബാ. ഉത്സവം എന്ന് പറഞ്ഞ വെടിക്കെട്ടൊക്കെ ഉണ്ടാവുമോ? കൊള്ളാം, വെടിക്കെട്ട് ഉണ്ടാവുമെന്നോ? തൃശ്ശൂർ പൂരെന്നൊക്കെ കേട്ടിട്ടില്ലേ കുഞ്ഞുകുട്ട? അതിന് വെല്ലുന്ന വെടിക്കെട്ടല്ലേ ഇവിടെ. ആ, ആനയൊക്കെ ഉണ്ടാവോ? 100 കണക്കിന് ആനകളല്ലേ. ഈ ആന മാത്രമാക്കണ്ട, ആന, ചെണ്ട, കുതിര, ബഹളങ്ങൾ, പൊടി പൂരല്ലേ. നമുക്ക് പോണ്ട വണ്ടി ഇതാ. വാ വാ, കയറിക്കാം. നീ വാ. കേറിയിരുന്ന ഞാൻ വന്നോളാം. അല്ല രാമേന്ദ്ര, വാ. ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. കയറി സീറ്റ് പിടിച്ചോ, ഞാൻ വന്നോളാം. പെട്ടെന്ന് വരണം. ഞാൻ വന്നു കഴിഞ്ഞു. എന്റെ അമ്മ, രാമേന്ദ്ര, നീ ഞാൻ എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ടെന്നറിയോ? എന്നെ ബസ് കയറ്റി വിട്ടിട്ട് നീ എങ്ങോട്ടാ രാമേന്ദ്ര പോയത്? നിന്നെ ബസ്സിൽ കയറ്റി ഇരുത്തിയിട്ട് ഞാനൊരു സിഗരറ്റ് കത്തിക്കാൻ വേണ്ടി അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. തിരിഞ്ഞു നോക്കിയപ്പോ ബസ്സില്ല. ബസ്സിന്റെ പുറകെ ഞാൻ 1.5 കിലോമീറ്റർ ഓടി. അറിയോ കുഞ്ഞുകുട്ടാ? അയ്യോ, നീ എങ്ങനെ വീട് കണ്ടുപിടിച്ചു? അത് ഞാൻ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോഴിയെ കണ്ടു. ഏത് കോഴി? നമ്മുടെ പടിക്കലിരിക്കുന്ന കോഴിയുടെ ചിത്രേ. അപ്പൊ ഉടനെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ ഇറങ്ങണോ, എന്റെ സ്ഥലം ഇതാണെന്ന് ഞാൻ പറഞ്ഞു. ടിക്കറ്റ് എടുക്കാത്തതിന് ഒരുപാട് ചീത്തയും പറഞ്ഞു കേട്ടോ. അപ്പൊ ബസ്സിലിരുന്ന് കോഴിയുടെ ചിത്രം കണ്ടുകൊണ്ടല്ലേ നിനക്ക് ഈ വീട് മനസ്സിലാക്കാൻ പറ്റിയത്? അതെ. അല്ല, അപ്പൊ ബസ് വേറെ ദൂരെ ഒരു വഴിക്കാ പോരുന്നെങ്കിലോ? എങ്ങനെ സ്ഥലം മനസ്സിലാവാനാ? ഞാൻ ആകെ കുഴഞ്ഞു പോയേനെ. നമ്മളിപ്പോ എവിടേക്കാ പോകുന്നത്? അത് പിന്നെ അന്ന് തന്നെ നിന്നെ ഉത്സവം കാണിക്കാൻ എനിക്ക് പറ്റില്ല.
പക്ഷെ ഇത്തവണത്തെ വള്ളംകളി നിന്നെ ഞാൻ കാണിച്ചിരിക്കും. ആറന്മുള വള്ളംകളി. വാ സൂക്ഷിച്ചു അങ്ങോട്ട് ഞാൻ കാലം മാറ്റി കൊടുത്തേ. ഒരാൾ കയറിവിട്ടെ. കുഞ്ഞുകുട്ട എവിടെ ഇരുന്നോ? ഞാൻ സ്രാങ്കിനെ ഒന്ന് കണ്ടിട്ട് ഇപ്പൊ വന്നേക്കാം. സ്രാങ്ക് എന്ന് പറഞ്ഞ മുകളിൽ ഡ്രൈവർ എന്റെ ഒരു പഴയ സുഹൃത്താ. ബോട്ട് വിടാൻ നേരത്തെ എന്നെ കണ്ടിലേക്ക് പേടിക്കണ്ട, ഞാൻ സ്രാങ്കിന്റെ മുറിക്കാണ്. അപ്പൊ നമുക്ക് വള്ളംകളിയുടെ അവിടെ വെച്ച് കാണാം. അല്ലേലും നിനക്ക് പറ്റിയ കമ്പനി അല്ലവൻ എന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. ഇങ്ങോട്ട് വരാൻ വയ്യറിയില്ലെങ്കിൽ നോ പ്രോബ്ലംസ്, എങ്ങനെയെങ്കിലും നാട് പിടിച്ചോളൂ. സിറ്റി കാണുന്ന കാല് പിടിച്ച് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നല്ലേ. അന്ന് അങ്കിളിനെ വിളിച്ചോണ്ടേ കഞ്ഞി ചോദിച്ചപ്പോഴേ പറഞ്ഞു വിടണമെന്ന് വിചാരിച്ചാ. എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഏതെങ്കിലും ബോട്ട് കെട്ടി കിടന്ന് കഷ്ടപ്പെടാതിരുന്നാ മതിയായിരുന്നു. ഏയ് ഒരു കുഴപ്പവും വരില്ല. കം ഓൺ, ചിയേഴ്സ് ഫോർ കുഞ്ഞുകുട്ടൻസ് ഹെൽത്ത്. ചിയേഴ്സ്. രാമേന്ദ്ര, രാമേന്ദ്ര, ബോട്ടിൽ പോയിട്ട് നീ അത് ഇതാണല്ലേ കൂട്ടുകാരൻ? അതെ. ഹലോ മിസ്റ്റർ രാമേന്ദ്രൻ, നിങ്ങളുടെ സുഹൃത്തിനെ പറ്റി നിങ്ങൾക്ക് എന്നെന്നും അഭിമാനിക്കാം. വലിയ വലിയ പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടി വരാൻ പോകുന്നു. മനസ്സിലായില്ല. ഞാൻ ഒളിമ്പ്യൻ പത്രത്തിന്റെ പത്രാധിപർ ഒളിമ്പ്യൻ ജോൺ. കാലത്ത് കൊച്ചി കായലിലൂടെ ബോട്ടിൽ വരുമ്പോഴാണ് അത്ഭുതകരമായി ഈ കാഴ്ച കാണുന്നത്. ഈ മനുഷ്യൻ യാതൊരുവിധ നീന്തൽ ഉപകരണങ്ങളും ഇല്ലാതെ കായലിന് കുറുകെ നീന്തുന്നു. ഇതൊരു റെക്കോർഡാണ്. കാറ്റും കോളും കൊണ്ട് ഇരമ്പുന്ന കായലിലൂടെ ഒരു പകലും രാത്രിയും നീന്തി തിമിർക്കുക. ഓ ഗോഡ്, ഈ അത്ഭുത വാർത്ത ഞാൻ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കും. ജനങ്ങൾക്ക് ഇത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. സ്പോർട്സ് കൗൺസിലിനെ വിവരം അറിയിച്ച് ഈ മിടുക്കന് ഒരു സ്വീകരണത്തിന് ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അപ്പൊ വരട്ടെ, സ്വീകരണത്തിന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ കാണാം. അപ്പോ എന്നെ ബോട്ട് കയറ്റി വിട്ടിട്ട് രാമേന്ദ്രൻ എങ്ങോട്ടാ പോയത്? ഓ, സിഗരറ്റ് വാങ്ങിക്കാൻ അന്നത്തെ പോലെ. പക്ഷെ വെള്ളായതുകൊണ്ട് നിനക്ക് പിന്നാലെ ഓടാൻ പറ്റിയില്ലല്ലേ? നിന്നെ കാണാതായപ്പോ ഞാൻ ബോട്ടിൽ നിന്ന് നേരെ കായലിലേക്ക് എടുത്ത് ചാടി നീന്തി. പക്ഷെ അത് ഇത്രയും വലിയൊരു സംഭവമായിരിക്കും ഞാൻ തീരെ പ്രതീക്ഷിച്ചതേ ഇല്ല. പേപ്പറിൽ വരുമല്ലേ? സമ്മാനം കിട്ടുകയാണെങ്കിൽ ഇനി ഞാൻ കടലിലൂടെ ഒന്ന് നീന്തിയാലോ എന്ന് വിചാരിക്കുക. ഏതിലെ വേണേലും നീന്തിക്കോ, പക്ഷെ ആ വഴി അങ്ങോട്ട് പൊക്കോളണം. തിരിച്ചിങ്ങോട്ടേക്ക് വന്നേക്കരുത്. അവന്റെ ഒരു എന്താ പ്രശ്നം? ആശാന, നമുക്ക് പ്രശ്നം പറഞ്ഞു തീർക്കാം. പോട്ടെ പോട്ടെന്ന് വിചാരിച്ചവിടെ കളരി പഠിച്ച് നമ്മടുത്ത് പോനോടാ. ആരാവര്? ആരാന്നോ? എന്റെ അമ്മായിപ്പനും അളിയന്മാരും. നീ കണ്ടതല്ലേ ഇതൊക്കെ?
ആരാ കുട്ടി അവര്? എനിക്കറിയില്ല. കുട്ടി ഏതാ, എവിടെയാ വീട്? ഞാൻ പോട്ടെ. ആ കുട്ടി ഒറ്റയ്ക്ക് വേണ്ട, ഞങ്ങൾ ഉണ്ടാക്കുന്നേ. വേണ്ട. അങ്ങനെ പറയരുത്, ഞങ്ങളും വരാം, ഞങ്ങൾക്ക് വീടൊക്കെ ഒന്ന് കാണാലോ. അതെ, കുട്ടിയെ രക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ. പോവാം.